നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് ഓഫീസിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട ശേഷമായിരുന്നു പ്രകടനം. കെ.പി.സി.സി മെമ്പർ എ.ജി. ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കോതമംഗലത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോതമംഗലം കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് അവസാനിച്ചു. പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ എ.ജി. ജോർജ് കേക്ക് മുറിച്ച് കെ.പി. ബാബുവിന് നൽകി മധുരം പങ്കിട്ട ശേഷമാണ് പ്രവർത്തകർ പ്രകടനമായി ചെറിയ പള്ളിത്താഴത്തേക്ക് എത്തിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹവുമെല്ലാം ഏറെ ആവേശത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടിയാണ് ഈ തീരുമാനം കേട്ടിരിക്കുന്നത്. മെയ് മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹിച്ചതായിരുന്നു കേരളത്തെ ഇനി അങ്ങോട്ട് നയിക്കാനുള്ളത് പ്രിയപ്പെട്ട വി.ഡി. സതീശനായിരിക്കണം എന്നുള്ളത്. അതാണ് ഇന്ന് ജനവികാരം മാനിച്ചുകൊണ്ട് പാർട്ടി താല്പര്യം, മുന്നണി താല്പര്യം എല്ലാം മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് വി.ഡി. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസപൂർണമായ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിരുന്നത്. കേരളം നേരിട്ട മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തും കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും സമരമുഖം തുറന്ന് അതിന് അജയ്യമായ നേതൃത്വം കൊടുത്ത നേതാവാണ് പ്രിയപ്പെട്ട വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ പോലെ തന്നെ കോതമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനിക്കൽ അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി മെമ്പർ എ.ജി. ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ഓരോ 4-ാം തീയതിക്ക് ശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം പൾസ് മനസ്സിലാക്കി കാര്യപ്രദമായ രീതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഒരു തുറന്ന പുസ്തകമാണ്, ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ആർക്കും അഭിപ്രായം പറയാനുള്ള ആ സാഹചര്യമുണ്ട്. അഭിപ്രായം കേൾക്കാനും അതിന് മറുപടി പറയാനും നേതൃത്വം തയ്യാറായി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് എന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, വി.ഡി. സതീശൻ അത്ഭുതകരമായ രീതിയിലേക്ക് ജനതയെ നയിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, 100-ൽ കൂടുതൽ സീറ്റോടുകൂടി കേരളത്തിൽ UDF അധികാരത്തിൽ വരും, ടീം UDF അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ അധികാരത്തിൽ ആ ഇൻസ്പിറേഷന്റെ ഭാഗമാണ് 6000 വോട്ടിന് തോറ്റ ഷിബു തക്കമ്പുറം 16000 വോട്ടിന് ഇവിടെ ജയിച്ചതായി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് 140 നിയോജകമണ്ഡലത്തിലും ഈ ആവേശത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് 100-ൽ പരം സീറ്റുമായിട്ട് കേരളത്തിൽ UDF ജയിക്കാൻ സാധ്യത. അതിനെ താല്പര്യത്തിരിക്കേണ്ടത് വി.ഡി. സതീശൻ തന്നെയാണെന്ന് കേരള ജനതയോടൊപ്പം ഹൈക്കമാൻഡ് മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. കെ.പി. ബാബു ഏലിയാസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റുമാരായ സണ്ണി വർഗീസ്, പി.ആർ. അജി, പ്രിൻസ് വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, എം.എ. കരീം, എൽദോസ് കീച്ചേരി, പി.എം. നവാസ്, നോബിൾ ജോസഫ്, അനൂപ് ജോർജ്, പി.സി. ജോർജ്, ബിനോയ് പുളിനാട്ട്, എം.വി. റജി, രാജു എബ്രഹാം, ഷാജി വർഗീസ്, പി.ടി. ഷിബി, സത്താർ വട്ടക്കുടി, നജീബ് റഹ്മാൻ, അനൂപിട്ടൻ, റമീസ് കെ.എ, അരുൺ അയ്യപ്പൻ, അനിൽ രാമൻ നായർ, ഹനീഫ വെണ്ടുവഴി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സംഗീത പ്രതീഷ്, ബിന്ദു ജോർജ്, മുനിസിപ്പൽ കൗൺസിലർമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിന് പുറത്തുനിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ പ്രഥമ പൗരനായി അഥവാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. ആ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും UDFന്റെ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും കോൺഗ്രസിനെ UDFനെ ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ടുവരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യം 5 വർഷത്തിനുള്ളിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ ഭൂരിപക്ഷം നമുക്ക് നേടാനും എല്ലാ സീറ്റും നേടിയെടുക്കാനും കഴിഞ്ഞു. തുടർന്ന് വന്ന ലോക്സഭാ ഇലക്ഷൻ ഭൂരിപക്ഷം നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു.
18ഓളം സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 70-ൽ പരം ശതമാനം സീറ്റുകൾ വാങ്ങി കേരളത്തിൽ അദ്ദേഹം അഭിമാനപൂരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്ന അഭിമാനപൂർവ്വമായ നേട്ടം ഉണ്ടാക്കി തന്നപ്പോൾ ഏറ്റവും ഒടുവിൽ 102 സീറ്റ് പിടിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇന്ന് മുതൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. മീഡിയ 60 കോതമംഗലം.